വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മളിപ്പോൾ ഉള്ളത് തോപ്പുംപടിയിലാണ്, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ. നമസ്കാരം ചേച്ചി, ഒന്ന് വന്നാട്ടെ. ചേച്ചി ഇങ്ങനെ കുതിരയെ കണ്ടിട്ട് ഇങ്ങനെ അല്പം പേടിച്ചിരിക്കുന്ന പോലെ വന്നാട്ടെ. കുതിരയെ കണ്ടിട്ടില്ലേ? കേറിയിട്ടുണ്ടാ? കേറിയിട്ടുണ്ടാ? കേറാൻ ആഗ്രഹമില്ലേ? ഇപ്പൊ കയറാൻ സമയമില്ല. ഇത്ര ജോലി എന്താ സമയമില്ലാത്ത ജോലി? ജോലിക്ക് പോണം. എവിടെ ജോലി? എന്താ ജോലി? തയ്ക്കാൻ പോവാണ്. ആഹാ, എത്ര വർഷമായിട്ട് ചേച്ചി തയ്ക്കുന്നുണ്ട്? 40 വർഷമായിട്ട്. എന്താ പ്രധാനമായിട്ട് മെൻസ് ആണോ ജെന്റ്സ് ആണോ ലേഡീസ് ആണോ? അങ്ങനെ ഇപ്പൊ ബെഡിന്റെ കവറാണ്. ഓക്കെ, ഒരേ സ്ഥലത്താണോ ഈ 40 വർഷമായിട്ട് തയ്ച്ചോണ്ടിരിക്കുന്നത്? അല്ല, ആണല്ലേ. ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നു. എന്ത് ജോലി? ഒരു ജുവല്ലറിയിൽ വർക്ക് ചെയ്യും. ജുവലറിയിൽ വർക്കിന് പോകുന്നു. അപ്പൊ രാവിലെ പോറായോ രണ്ടുപേർക്കും? പള്ളിയിൽ പോകാൻ വേണ്ടി വന്നതാ. ആണല്ലേ. ജീവിതം എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകുന്നോ? ഈ ചൂടിന്റെ ഇടയ്ക്ക് തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ചൂട് സഹിക്കാൻ പറ്റണില്ല, അത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാ? ആരാ ഇവിടുന്ന് പോവാ പാർലമെന്റിലേക്ക്? സാധ്യത എറണാകുളം ജില്ലക്ക് ആരാണ്? കോൺഗ്രസിനാണ് സാധ്യത. ഒരു ചെറിയ ചിരിയോടുകൂടിയാ പറയാ. ആണോ? അങ്ങനെ തന്നെയാണ്. ആണോ? എന്തുകൊണ്ടായിരിക്കണം അധികാരം കേന്ദ്രത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങള്? നരേന്ദ്രമോദി മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ കുറച്ചുപേരെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഓക്കെ, കേരളത്തിലെ ജീവിതമൊക്കെ എങ്ങനെയാ? ഈ പിണറായി സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്രത്തിന്റെ കൈ കിട്ടിക്കഴിയുമ്പോ നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ മാറും അല്ലേ? അതന്നെ. ഓക്കെ, അപ്പോ ഇനിയിപ്പം ജ്വല്ലറി പോകുന്നു. ജ്വല്ലറിക്കൊക്കെ കടയിൽ വില കൂടുതലാണ് സാധനങ്ങൾക്ക് അല്ലേ? പവനിപ്പോ റെക്കോർഡൊക്കെ ആയി അല്ലേ? പൊന്നിനൊക്കെ എന്തൊരു വിലയാ ഇനി മേടിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നണില്ല. ഒരു ഗ്രാമൊന്നും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മേടിക്കാൻ പറ്റൂല. വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, വാങ്ങാൻ പറ്റും ചേച്ചി, ഒരു കാലം വരും. മണ്ണിന്റെ അടിയിലാവും. അതൊന്നുമല്ല, ജീവിതത്തെ എപ്പോഴും നമ്മൾ പ്രതീക്ഷ വേണമല്ലോ. ഇപ്പൊ 40 വർഷമായിട്ട് ചേച്ചി എത്രയോ തയ്ച്ചിട്ടുണ്ട് അല്ലേ? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മോള് നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പൊ ഈ തയ്ച്ച് കിട്ടിയ വരുമാനം കൊണ്ടൊക്കെ തന്നെയാണ് ഈ കുട്ടികളെ ഈ ലെവലിലേക്ക് എത്തിച്ചത് അല്ലേ? അപ്പൊ അത്ര കഷ്ടപ്പെട്ടൊരു വീട്ടമ്മയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? രാവിലെ വാർക്കപ്പണിയുണ്ട്. അപ്പൊ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബജീവിതമാണ്. ഓക്കെ, ഹലോ മക്കളെ, എന്ത് ചെയ്യുന്നു നിങ്ങള്? ടെൻത്തിൽ മോനോ? ടെൻത്തിൽ പഠിക്കുന്നു. പള്ളി പോയിട്ട് വന്നാണോ? ഓക്കെ, ചൂടെങ്ങനെ ഉണ്ട്? വെക്കേഷൻ അല്ലേ? ക്ലാസ് തുടങ്ങിയോ നിങ്ങൾക്ക്? ക്ലാസ് തുടങ്ങി. വെക്കേഷൻ ക്ലാസ് പാടില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അടച്ചുള്ളൂ. ഓക്കെ, അപ്പൊ കളിക്കാനൊക്കെ പോകുന്നുണ്ടോ? ഇനി വെയിലായോണ്ടില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാ. വീട്ടിൽ ഇരുന്ന് എന്താ പരിപാടി? വായിക്കലാണോ? സിനിമ കാണലാണോ? ഇൻസ്റ്റാഗ്രാം റീൽസ് ചെറുതായിട്ട് എല്ലാം ഉണ്ട്. അതെ, ആകെ മൊബൈൽ കാണുന്നതായിരിക്കും. ചേച്ചി മൊബൈലാണോ കൂടുതലും? അല്ലല്ലോ, മൊബൈൽ വല്ലപ്പോഴും. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ വെക്കേഷൻ മൂഡിലാണ് കുട്ടികൾ. താങ്ക് യു ചേച്ചി. അപ്പോൾ നോക്കൂ, എത്ര കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മൾ കരുതുന്നത് പോലെ നമ്മളുടെ ജീവിതമാണ് പലപ്പോഴും ഏറ്റവും ദുഃഖമാർത്തമായതെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് തോന്നുക എത്രയോ മനുഷ്യർ അതിരാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ വേണ്ടിയും ഒക്കെ പരിശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം തന്നെ നോക്കൂ, 25-30 ഇടങ്ങളിലാണ് പ്രചരണം. പലപ്പോഴും 50-60 ഇടങ്ങളിൽ പോലും ചില സ്ഥാനാർത്ഥികൾ ഓടിയെത്താറുണ്ട് ഈ ചൂടിൽ. അപ്പോൾ അതൊക്കെ വലിയ കഠിനാധ്വാനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.